കശുവണ്ടി അഴിമതി കേസിൽ പ്രതിയായ കെ രതീഷ് സർക്കാരിലെ പ്രധാന സ്ഥാനത്ത് തുടരുന്നതിനെതിരെ ഹൈക്കോടതി ഇത്രയും വലിയ അഴിമതിക്കാരനെയാണോ നിങ്ങൾ പ്രധാന കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് എന്നാണ് കോടതിയുടെ ചോദ്യം. ഖാദി ബോർഡ് അടക്കം 3 പോസ്റ്റുകളിൽ കെ രതീഷ് തുടരുന്നത് എങ്ങനെയാണ് എന്നും കോടതി ചോദിക്കുന്നു. ബിനിൽ വിവരങ്ങളുമായിട്ടുണ്ട്. ബിനിൽ, കോടതിയെങ്കിലും അക്കാര്യത്തിൽ ഇടപെടുന്നല്ലോ എന്നത് ആശ്വാസമാണ്. ഇത്രയും ഗുരുതരമായ അല്ലെങ്കിൽ വലിയ അഴിമതി ആരോപണം നേരിടുന്ന ഒരാൾ ഈ കശുവണ്ടി കേസുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോഴത്തെ സർക്കാരിന് തന്നെ വേണ്ട വിധത്തിലൊരു ശുഷ്കാന്തി പ്രകടിപ്പിച്ചോ എന്ന സംശയം കൂടി ഉയരുന്ന ഘട്ടത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ കോടതിയുടെ ഭാഗത്തുനിന്നൊരു വിമർശനം വരുന്നത്. തീർച്ചയായും ദിവിഷ്, കോടതി ഇതിന്റെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ഈ ഹർജി പരിഗണിച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇപ്പോൾ സർക്കാരിനോട് ചോദിച്ചിരിക്കുന്നത്. ഇത്രയും വലിയ അഴിമതിക്കാരനെ വെച്ചാണോ നിങ്ങൾ മുന്നോട്ട് പോകുന്നത്? നിങ്ങൾ പ്രധാനപ്പെട്ട കസേരയിൽ ഇരുത്തിയിരിക്കുന്നത് ഇത്തരത്തിലൊരാളെയാണോ എന്ന ചോദ്യമാണ് ഇന്ന് കോടതിയിൽ നിന്നുണ്ടായത്. ഇതൊക്കെ നല്ല രീതിയിൽ അഴിമതി നടത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണല്ലോ എന്നുകൂടി കോടതി ചോദിച്ചു. അതായത് ഖാദി ബോർഡ് അടക്കം 3 പ്രധാനപ്പെട്ട വകുപ്പുകളുടെ, അതായത് സ്ഥാപനങ്ങളുടെ ചുമതലയാണ് കെ രതീഷ് ഉള്ളത് എന്നതാണ് ഹർജിക്കാരൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചത്. കശുവണ്ടി അഴിമതിയിൽ സംസ്ഥാന സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകിയ വ്യക്തിയെയാണ് ഇപ്പോൾ സർക്കാർ തന്നെ, അതും മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഖാദി ബോർഡിന്റെ പ്രധാനപ്പെട്ട സ്ഥാനത്തടക്കം ഇരിക്കുന്നത്. അത് നിയമവിരുദ്ധമായ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളത്. അതിൽ നടപടിയെടുക്കണമെന്നതായിരുന്നു ഹർജിക്കാരന്റെ ആവശ്യം. KM ഷാജഹാനാണ് ഹർജിയുമായി ഹൈക്കോടതിയിൽ എത്തിയത്. ഈ ഹർജിയിലെ ആവശ്യങ്ങളെ ഹൈക്കോടതി വളരെ ഗൗരവത്തോടുകൂടി കണ്ടു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരാളെ ഈ പ്രധാനപ്പെട്ട സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നത് എന്ന ചോദ്യമാണ് സർക്കാരിനോട് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത്. ഒരാഴ്ചക്കകം സർക്കാരിന്റെ നിലപാട് അറിയിക്കാൻ കൂടി ഹൈക്കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതിനുള്ളിൽ സർക്കാർ ഇക്കാര്യത്തിൽ ഒരു ആലോചന നടത്തൂ, നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ തന്നെ പരിശോധിക്കുമെന്നുകൂടി ഒരു വാക്കാലുള്ള നിർദ്ദേശം ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്തിട്ടുണ്ട്. ശരി ബിനിൽ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയുണ്ടല്ലോ. ഈ പോലീസ് അസോസിയേഷനിലെ ഭരണപരിഷ്കാരത്തിൽ സർക്കാരിന് തിരിച്ചടിയാകുന്നു. പിരിച്ചുവിട്ട ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുന്ന സാഹചര്യം കൂടി ഉണ്ടായല്ലോ. തീർച്ചയായും സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് വന്നിട്ടുള്ള ഇടത് അനുഭാവമുള്ള ഭരണസമിതിയാണ് പോലീസ് അസോസിയേഷൻ ഉള്ളത്. ആ പോലീസ് അസോസിയേഷൻ, ആ സംഘടന ഇടതുപക്ഷത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് മാറ്റാൻ വേണ്ടിയാണ് അതിലൊരു പരിഷ്കാരം കൊണ്ടുവന്ന് 2 പോലീസ് അസോസിയേഷനുകളെയും ഒന്നിപ്പിക്കുന്ന രീതിയിലേക്ക് ഹൈക്കോടതി സർക്കാർ കൊണ്ടുവന്നത്. ആ നടപടിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുന്നത്. പോലീസ് അസോസിയേഷനെ പിരിച്ചുവിട്ട നടപടി ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. 3 ആഴ്ചത്തേക്കാണ് സ്റ്റേ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത്. സർക്കാരിന്റെ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇനി പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ ഹർജി നാളെ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ 2 പോലീസ് അസോസിയേഷനുകളും പിരിച്ചുവിട്ട ഇടത് അനുകൂലമുള്ള 2 അസോസിയേഷനുകളും ഹൈക്കോടതിയിലേക്ക് എത്തിയിരുന്നു. അതിൽ പോലീസ് അസോസിയേഷന്റെ ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. അതിലാണ് ഇപ്പോൾ ഈ പിരിച്ചുവിട്ട ഭരണസമിതിയുടെ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത്. അതിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടക്കാല ഉത്തരവ് കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. പോലീസ് സംഘടനയുടെ പുനഃക്രമീകരണം ഹൈക്കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് സർക്കാരിന് വലിയ തിരിച്ചടിയാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.